കാലം കൂടി തിരിയണമെന്നല്ലേ? താനൊരു പ്രാരാബ്ധക്കാരനാണെന്നല്ലേ? ഓക്കെ. ഹായ് ജോൺ, കുറെ കാലമായല്ലോ ഈ വഴിയൊക്കെ വന്നിട്ട്. എന്താടോ എന്റെ നമ്പർ മറന്നോ? വന്ന വഴി മറക്കാൻ പറ്റുമോ സാറേ? അറിയാടോ, തെളിക്കുന്ന വഴിക്ക് പോകുന്നില്ലെങ്കിൽ പോകുന്ന വഴിക്ക് തെളിക്കുക, അതല്ലേ തനിക്ക് പറയാനുള്ളത്. പിന്നെ എന്താ ഈ വിളിയുടെ ഉദ്ദേശം? അത് നേരിട്ട് സംസാരിക്കേണ്ട കാര്യമാണ്. അതിനേതായാലും സാറൊരു സമയം തന്നാൽ. പിന്നെന്താ, നീ വൈകിട്ട് വീട്ടിലോട്ട് വാ. പിന്നെ കുറെ കാലമായല്ലോ ഒരുമിച്ചൊന്ന് കമ്പനി കൂടിയിട്ട്. രാജനും പീറ്ററൊക്കെ ഇന്ന് ഉച്ചക്ക് തന്നെ അവിടെ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഞാൻ കുറച്ച് നേരത്തെ വരാം. അതതിന്റെ വഴിക്ക് നടക്കട്ടെ. എനിക്ക് സാറിനോട് അല്പം പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. ഓക്കെ, നീ ഏതായാലും വൈകിട്ട് വീട്ടിലോട്ട് വാ. നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഓക്കെ സാർ. ഓക്കെ. പ്രിയപ്പെട്ട ഉപ്പ ജീവിച്ചിരുന്നിട്ടും യത്തീമായി കഴിയാൻ വിധിക്കപ്പെടേണ്ടി വന്ന ഉപ്പാന്റെ മോൾ. ഓരോ ദിവസം കഴിയുമ്പോഴും ഉമ്മ പറയാറുണ്ടായിരുന്നു, ഉപ്പ ഇന്ന് വരും, നാളെ വരുമെന്നൊക്കെ. പക്ഷേ അത് കേട്ട് ഞാനും ഇക്കയും നിങ്ങളെയും കാത്ത് ഉമ്മറപ്പടിയിൽ പോയിരിക്കും. കാത്തിരിപ്പ് വിഫലമാവുമ്പോൾ സങ്കടത്തോടെ തിരിച്ചു പോരണ ഞങ്ങളെ കാണുമ്പോൾ വാരിപ്പുണർന്ന് പൊട്ടിക്കരയണ ഉമ്മാന്റെ ചുടുകണ്ണീര് ഞങ്ങളുടെ മുഖത്ത് വീഴുമ്പോൾ ഞങ്ങൾക്കറിയില്ലായിരുന്നു ഉപ്പ ഒരിക്കലും തിരിച്ചു വരൂലെന്ന്. ഉപ്പാന്റെ സ്നേഹത്തിനും ലാളനയ്ക്കും ചുടുമുത്തങ്ങൾക്കും കൊതിച്ചു പോയ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ വിധിയായിരിക്കും ഇതെന്ന് കരുതി സമാധാനിച്ച് ഞങ്ങൾ കഴിഞ്ഞു. എന്നാൽ ഇന്ന് ഉപ്പാന്റെ മോൾ വളർന്നു വലുതായി ഒരു ജീവിതത്തിലേക്ക് പോവാൻ നിൽക്കുകയാണ്. ആ ചടങ്ങിലേക്ക് ഉപ്പ വരും എന്നാശിച്ചിട്ട് ഒരു കാര്യവുമില്ല. എന്നാൽ ഉപ്പാന്റെ സമ്മതം നിറഞ്ഞ ഒരെഴുത്തെങ്കിലും അയച്ചു തരണമെന്ന അപേക്ഷയോടെ ഉപ്പാന്റെ മോൾ മാഹിറ. ആരായിരിക്കും ഈ നമ്പർ ചോർത്തി കൊടുത്തത്? ഈ ഓഫീസിൽ നിന്നല്ലാതെ ഇവരിലെ രണ്ടാളിന് ആരായിരിക്കും എന്നുള്ളതാണ്. ഇവനായിരിക്കോ? ഏതായാലും പരീക്ഷിച്ച് നോക്കാം. നിനക്കൊരു ഫാക്സ് വന്നിട്ടുണ്ടല്ലോ. എനിക്കോ? നിനക്ക് തന്നെ. അങ്ങനെ വരില്ല സാർ, എനിക്ക് ആ നമ്പർ അറിയില്ല. നിനക്ക് ഈ നമ്പർ അറിയില്ലേ? നിനക്ക് ഈ നമ്പർ അറിയില്ലേ? ഇല്ല സാർ. അറിയുന്ന ആളാരാണെന്ന് എനിക്കറിയാം. ചേക്കനെ വിളിക്ക്. എന്താ സാർ പ്രശ്നം? വിളിച്ചോണ്ട് വാടോ. എന്താ സാർ? പലവട്ടം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ,
എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടരുതെന്ന്. ഇത് കണ്ടോ, എന്റെ മോൾ എനിക്ക് അയച്ചു തന്ന ഫാക്സാ. അവൾക്ക് കല്യാണം വേണത്രേ. എന്റെ പ്രൈവറ്റ് ഫാക്സിലേക്ക് അത് അവൾ അയക്കണമെന്നുണ്ടെങ്കിൽ ഈ ഓഫീസിൽ നിന്നും ചോർന്നു പോയിരിക്കണം. അതൊന്നുമില്ലെങ്കിൽ ഇവൻ വഴി, അതല്ലെങ്കിൽ നീ വഴി. അവനേതായാലും അതറിയില്ല എന്ന് എനിക്ക് നേരത്തെ അറിയാം. മലയാളികൾ എന്റെ ജന്മശത്രുക്കളായിട്ടൊന്നുമല്ല ഞാൻ ജോലി കൊടുക്കാത്തത്. എന്റെ സ്വകാര്യതയിൽ, എന്റെ കുടുംബകാര്യത്തിൽ എന്റെ സിമ്പതി പിടിച്ചു പറ്റാൻ അവർ ശ്രമിക്കും. ആരുടെയും സിമ്പതി ഈ അയമോന് ആവശ്യമില്ല. അതുകൊണ്ട് ആർക്കാണ് നീ ഇത് ചോർത്തി കൊടുത്തത്? എന്റെ അളിയൻ എപ്പോഴാ ഇവിടെ വന്നത്? എത്ര പണമാ അവൻ നിനക്ക് തന്നത്? എനിക്കറിയില്ല സർ. നിനക്കേ അറിയുള്ളൂ, നിനക്ക് മാത്രം. ഞാനല്ല അഥവാ ഞാനാണെങ്കിൽ തന്നെ നിങ്ങളെ ചോരെ പറഞ്ഞ കുട്ടിക്ക് വിവാഹ സങ്കല്പവുമായി സ്വന്തം ബാപ്പാനോട് കരഞ്ഞു യാചിക്കുമോ? അതിന് കൂട്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ ചെയ്യാൻ കഴിയാ? നീ ഇത്ര കായോടാ? എന്താ സാർ ഇതൊക്കെ? എന്തിനാ സാറിന്റെ ഈ പുറപ്പാട്? സാറിനെ പോലെ നല്ല പദവിയിലിരിക്കുന്ന ഒരാൾ ചിലപ്പോ അവൻ നിരപരാധിയായിരിക്കാം. മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന അവന്റെ ഉമ്മാക്ക് മകനെ ഒരു നോക്ക് കാണാൻ കഴിയാത്തതിന്റെ വേദനയും കരച്ചിലും കേട്ട് നടക്കുന്ന പാവ മനുഷ്യനാണവൻ. ഇനിയിപ്പോ അവനിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനവനെ പറഞ്ഞു മനസ്സിലാക്കാം. ഷൈക്കോ വിട്. എല്ലാത്തിനും കാരണക്കാരിയാണ്. അല്ലെങ്കിലേ അണക്കെന്താ അതിൽ ഇടപെടുന്ന കാര്യം? കൊറേ കാലമായി അയാൾക്കിട്ട് 2 കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട്. അടിയുടെ കമ്മിയാണ് അയാൾക്ക്. അടിയാണ് കൊടുത്താലേ പദം വരുന്ന എനിക്കറിയാം. എന്നാ ചെല്ല്. അയാൾ പോയിട്ടൊന്നുമില്ല, ഓഫീസ് തന്നെ ഉണ്ട്. വാപ്പാന്റെ പ്രായമുള്ള ഒരാളെ തല്ലണ വല്ല ക്രെഡിറ്റ് ആണെങ്കിൽ ചെന്ന് പൊട്ടിക്ക്. വാപ്പാന്റെ പ്രായം ആ തോന്നൽ അയാളൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ ഈ ഓഫീസ് എഴുതിനെ പോലെ പതുങ്ങി കിടക്കേണ്ട കാര്യമുണ്ടോ? ഏതായാലും ഞാൻ പോവാ. അഥവാ മൂപ്പര് ചോദിച്ചാല്, അല്ല ചോദിക്കൂലെന്നറിയാം, ചോദിച്ചാ ഞാൻ പോയിന്ന് പറഞ്ഞു. ഇനി മൂപ്പര് എന്നെ ഇവിടെ നിർത്തുന്നു അനക്ക് വല്ല ഉറപ്പുണ്ടോ? അതൊക്കെ എന്റെ തോന്നല. എന്നാലേ ഇവിടെ കുറച്ചു കാലങ്ങളായിട്ടല്ലേ ഉള്ളൂ, ഞാൻ ഇവിടെ കൊല്ലങ്ങളായി. എക്സിറ്റ് അടിച്ചു കൊണ്ടുവരുമ്പോഴേക്ക് പെരേക്ക് എന്തേലും ചില്ലറ സാധനങ്ങൾ വാങ്ങണം. മദീനത്ത് ഈത്തപ്പഴം എന്റെ ഉമ്മാക്ക് വലിയ ഇഷ്ട. ഷൈക്കോ പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ട ഉപ്പ. ഞാനല്ല. എന്താ സാർ ഇതൊക്കെ? എന്തിനാ സാറിന്റെ ഈ പുറപ്പാട്? പ്രിയപ്പെട്ട ഉപ്പ, ഉപ്പ ജീവിച്ചിരുന്നിട്ടും യത്തീമായി കഴിയാൻ വിധിക്കപ്പെടേണ്ടി വന്ന ഉപ്പ. എന്താ സാർ ഇതൊക്കെ? എന്തിനാ സാറിന്റെ ഈ പുറപ്പാട്? ഞാനല്ല.
എന്താ സർ? പേഷ്യന്റിന്റെ കൂടെയുള്ള വരൂ. ഇരിക്കൂ. ഭയപ്പെടാനൊന്നുമില്ല. പ്രഷർ അല്പം ഹൈ ആയി പോയതാണ് കാരണം. ഏതായാലും സമയത്തിന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞത് നന്നായി. അതുകൊണ്ട് ഇനി മുതൽ ശ്രദ്ധിക്കണം. പിന്നെ ബ്ലഡിൽ എന്തോ ഒരു ചെറിയ സംശയം തോന്നുന്നുണ്ട്. ഏതായാലും അല്പം റെസ്റ്റ് എടുത്ത ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാം. അടുത്ത ആഴ്ച തീർച്ചയായും വരണം. സർ, പേഷ്യന്റ് എന്റെ GM ആണ്. ആരും പറഞ്ഞാ കേൾക്കാത്തൊരു പ്രകൃത. അതുകൊണ്ട് സാറെന്നെ ഒന്ന് കാര്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം. ഓക്കെ. താങ്ക് യു സർ. ഇല്ല, വന്നിട്ടില്ല. കാലത്ത് പോയതാണ്. കൊറേ പ്രാവശ്യം വിളിച്ചു, പക്ഷെ ഫോൺ ഓഫാണ്. വന്നു എന്നാ തോന്നുന്നത്. ഡോറ് തുറക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ശരി. എന്താ അതൊക്കെ? എന്താ പറ്റിയേ? നിറവർണ്ണ തീരമോ മായതൻ ലോകമോ പുതുമ നിറയുന്നൊരീ കുടുംബത്തിന്റെ സന്തോഷം ജീവിതത്തിലുടനീളം. റീഗൽ ഡേ ടു ഡേ, ഷറഫിയ ജിദ്ദ. റീഗൽ മാൾ, ബെസ്റ്റ് ഓഫ് ഷോപ്പിംഗ്, ഷറഫിയ ജിദ്ദ. ടെലിഫോൺ 64443397. റീഗൽ മാൾ, ബെസ്റ്റ് ഓഫ് ഷോപ്പിംഗ്, ഷറഫിയ ജിദ്ദ. ഇംപാല ഗാർഡൻ റെസ്റ്റോറന്റ്. 2500-ൽ പരം സീറ്റുകളോട് കൂടിയ 3 ഓഡിറ്റോറിയങ്ങളും വിശാലമായ പാർക്കിംഗ് സൗകര്യവും വിദഗ്ധരായ പാചകക്കാരുടെ മികച്ച സേവനവുമായി ഇംപാല ഗാർഡൻ റെസ്റ്റോറന്റ്, ബിഹൈൻഡ് മോണിനെക്സ് ബിൽഡിംഗ്, ഷറഫിയ ജിദ്ദ. എന്താ പറ്റിയേ? പിടിക്കൊന്നും വേണ്ട, ഒരു കുഴപ്പമില്ല. ചെറിയൊരു നെഞ്ഞുവേദന. അപ്പൊ ഒന്ന് വീഴാൻ പോയി. അപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ കുഴപ്പമില്ലാന്നും പറഞ്ഞു. എന്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. ഞാനത് മറന്ന് വാതിലടച്ചു. ഓൻ വണ്ടി പൂട്ടി വരുന്നുണ്ട്. ആരാന്നറിയോ? പണ്ട് ഞാൻ ഇവിടുന്ന് ഇറക്കി വിട്ടില്ലേ, വീണപ്പോ താങ്ങണ്ടായത്. ഇപ്പോ ഓനാ.
എന്നെ താങ്ങെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടായിരുന്നു. ഇന്ന് അറിഞ്ഞത് അതൊരു പാവാണെന്ന്. ആ, ബെല്ലടിക്കണോ? ഈ പോയി വാതിൽ തുറന്നു. ആ, ഓൻ ആദ്യം എന്തെങ്കിലും വിശക്കണീന് കൊടുക്ക്. രാവിലെ മുതല് ഒന്നും തിന്നിട്ടില്ല ആ പാവം. പ്രിയപ്പെട്ട ഉപ്പ, ഉപ്പ ജീവിച്ചിരുന്നിട്ടും യത്തീമായി കഴിയാൻ വിധിക്കപ്പെടേണ്ടി വന്ന ഉപ്പാന്റെ മോൾ, ഉപ്പാന്റെ സമ്മതം നിറഞ്ഞ ഒരെഴുത്തെങ്കിലും അയച്ചു തരണമെന്ന അപേക്ഷയോടെ ഉപ്പാന്റെ മോൾ മാഹിറ. പ്രിയപ്പെട്ട മോളെ, ജീവിതത്തിന്റെ നെട്ടോട്ടത്തിനിടയിൽ ഉപ്പാക്ക് എവിടെയൊക്കെ പിഴച്ചുപോയി. അവനെവിടെ? ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആ, ഇതിന്റെ മോൾക്കുള്ളതാ. അവൾക്കൊരു കല്യാണം ഉണ്ട് അത്രേ. അതിനുള്ള ഒരു സമ്മതപത്രം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഫാക്സ് വന്നിരുന്നു. ഇനിയിപ്പൊ ഞാനായിട്ട് അതിനൊരു തടസ്സം നിൽക്കണില്ല. അല്ല, ഇത് എന്തു പറ്റി? ജീവിതത്തിൽ എവിടൊക്കെ താളം തെറ്റിപ്പോയപ്പോ പല കണ്ണീരും കാണാതെ പോയി. എന്നാ ഇന്നെന്താന്നാവോ മനസ്സിനൊരു പെടച്ചില്. പിന്നെ ഇത് ഇന്ന് തന്നെ ഫാക്സ് ചെയ്യാൻ പറയാം. ഓഫീസിൽ പോയിട്ട് ആ ഷെയ്ഖുവിന്റെ റീഎൻട്രി ഷാന്റെ അടുത്തുണ്ടാവും. അത് വാങ്ങി ഇന്ന് തന്നെ ഓനെ എത്തിച്ചു കൊടുക്കാൻ പറയാം. എന്നാ അസൽമിക്ക, മുനിയാണ്. സാറിന്റെ മനസ്സാകെ മാറി. ആ, സത്യാണ്. സമ്മതപത്രം കിട്ടി. ഷെയ്ഖുവിന്റെ റീഎൻട്രിയും തന്നിക്കണു. ഞാനത് കൊണ്ടേ കൊടുക്കാൻ പോവാണ്. ഞാൻ രാത്രി അങ്ങോട്ട് വരാം. നിങ്ങളവിടെ ഉണ്ടാവണം. ഓക്കെ, ശരി. ആ, എവിടെ ചേക്കു? അവിടെ ആ റൂമിലുണ്ട്. ചെറിയൊരു സംഭവം നടന്നപ്പോക്കിന് ഈ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തുക. ഈന് പോന്നതിന് ശേഷം അവിടെ എന്തൊക്കെ നടന്നറിയോ? ഇതെന്താന്നറിയോ? അന്റെ റീഎൻട്രി രാവിലെ തന്നെ പുറപ്പെടാൻ നോക്ക്. ടിക്കറ്റ് കൊണ്ടേ GM രാവിലെ തന്നെ എത്തും. അപ്പോ ഉമ്മാന്റെ അടുത്ത് പോയി പൂതി തീരോളം കണ്ടു നിന്നോ. വലിയ പള്ളിക്കലെ
6 അടി മണ്ണിന്റെ ചോട്ടിൽ കിടക്കണം. എന്റെ ഉമ്മാക്ക് ഇനി എങ്ങനെ എന്നെ കാണാൻ കഴിയും? മരിച്ചു. കണ്ണടയുടെ വരെ എന്നെ ചോദിച്ചു മരിച്ചു. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് മതി, മാപ്പ് പൊറുക്കണം. ഇതൊക്കെയല്ലേ നിങ്ങൾക്ക് പറയാള്? എനിക്ക് നിങ്ങൾക്ക് പുറത്തു തരാൻ കഴിയും. പക്ഷെ എന്റെ ഉമ്മാന്റെ കണ്ണീര് നിങ്ങൾക്ക് പുറത്തു തരുമോ? അതൊക്കെ അറിയണമെങ്കിൽ നല്ലൊരു മനസ്സുണ്ടാവണം, അല്ലെങ്കിൽ നല്ലൊരു ഹൃദയം ഉണ്ടാവണം. നാടും വീടും കൂട്ടവും കുടുംബം ഇല്ലാണ്ട് ഒറ്റയാനായി നടക്കണ ഇങ്ങൾക്കൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. ഏതായാലും നിങ്ങൾ ഈ ചെയ്തു കൂടുന്ന പാപങ്ങൾക്കൊക്കെ പടച്ചു നമ്മളെ ശിക്ഷിക്കാതിരിക്കട്ടെ. അകലുകയാണോ പിരിയുകയാണോ പിടയുകയാണേ നെഞ്ചം തകരുകയാണേ. അകലുകയാണോ പിരിയുകയാണോ പിടയുകയാണേ നെഞ്ചം തകരുകയാണേ. ജീവിതഭാരവും പേറി മാമരുഭൂമിയിലലയുമ്പോൾ ജീവിതഭാരവും പേറി മാമരുഭൂമിയിലലയുമ്പോൾ ഒരു വിളി കേൾക്കാതെ ഒരു നോക്കു കാണാതെ ഒരു വിളി കേൾക്കാതെ ഒരു നോക്കു കാണാതെ വിധിയുടെ കൈകളിൽ അകന്നവരെ വിധിയുടെ കൈകളിൽ അകന്നവരെ ആരുണ്ട് കാണുവാൻ ഈ ദുഃഖം ആരോട് ചൊല്ലിടും ഈ ദുഃഖം. അകലുകയാണോ പിരിയുകയാണോ പിടയുകയാണേ നെഞ്ചം തകരുകയാണേ.
കണ്ണീർ തുള്ളിയും തേങ്ങി സാന്ത്വനമെങ്ങോ മറഞ്ഞു പോയി കണ്ണീർ തുള്ളിയും തേങ്ങി സാന്ത്വനമെങ്ങോ മറഞ്ഞു പോയി ഇനിയൊരു പുലർക്കാലം വരുമോ ഈ ജന്മത്തിൽ ഇനിയൊരു പുലർക്കാലം വരുമോ ഈ ജന്മത്തിൽ ചിതറിയ സ്വപ്നങ്ങൾ കോർത്തിടുവാൻ ചിതറിയ സ്വപ്നങ്ങൾ കോർത്തിടുവാൻ ആരുണ്ട് കാണുവാൻ ഈ ദുഃഖം ആരോട് ചൊല്ലിടും ഈ ദുഃഖം അകലുകയാണോ പിരിയുകയാണോ പിടയുകയാണേ നെഞ്ചം തകരുകയാണേ അകലുകയാണോ പിരിയുകയാണോ പിടയുകയാണേ നെഞ്ചം തകരുകയാണേ അല്ല, എന്താ വിചാരം? ഇവിടെ ആരെങ്കിലും മരിച്ചുക്കണോ? ഞാൻ എന്റെ പെരീക്കല്ലടാ പോണത്. അത് നിർത്തിപ്പോവാന്നുള്ളത് തെറ്റാണോ? പിന്നെ നിങ്ങളൊക്കെ ലീവിന് വരുന്നത് നാട്ടിൽ തന്നെയല്ലേ? ഇറങ്ങാൻ നേരായി. കുറച്ച് നേരത്തെ ഇറങ്ങല്ലേ നല്ലത്. വൈക്കൽ വല്ല തടസ്സം ഉണ്ടായാലോ? മുനി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുന്നു. ഓനും കൂടി ഒന്ന് വന്നിട്ട്. ഓൻ ലീവ് കഴിഞ്ഞ് വന്നോ? ഇന്ന് രാവിലെ എത്തി. ഓൻ മാത്രല്ല, ഓന്റെ പെങ്ങളും ഉണ്ട്. ഓൻ വന്നു എന്നാ തോന്നുന്നത്. വാ വാ ഇരിക്ക്. നാട്ടു പോയിട്ടേ തടി വല്ലാ നന്നായിക്കണു. ക്യാൻസലാക്കി പോവാണല്ലേ? പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. പ്രശ്നങ്ങൾ തീർന്നിട്ട് ഇവിടുന്ന് പോകാൻ കഴിയൂല. ഒരു പ്രവാസിക്ക് പടച്ചോൻ 500 വർഷത്തെ ആയുസ് കൊടുത്താലും 1000 കൊല്ലത്തെ പ്രശ്നങ്ങൾ ബാക്കിയുണ്ടാവും. ഇനിയിപ്പോ രോഗം കടന്നുകൂടിയേ ഈ തടി കൊണ്ട് പോയിട്ട് ഒരു കാര്യമല്ല. എന്നാ പിന്നെ ഒന്നുമില്ലെങ്കിലും പേരക്കുട്ടികള് ആനി പാപ്പാനായിട്ട് കളിക്കുമ്പോ മുട്ടുകുത്തി നടന്നു കൊടുക്കുകയും ചെയ്യാലോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. പെങ്ങൾ വാളിനും വണ്ടിയിലിരിക്കാണ്. ഞാൻ ചെറിയ പ്രശ്നത്തിലാ. ഇന്ന് രാവിലെ കമ്പനി ചെന്നപ്പോൾ അറിഞ്ഞത്, 3-4 മാസമായിട്ട് എന്റെ ബോസ് ഉണ്ടല്ലോ, ഐമൻ സാറ്, മൂപ്പര് ഒരു വിവരവുമില്ല. ഇനി 1-2 സ്ഥലത്ത് കൂടി പോയി അന്വേഷിക്കാണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോ വിധി ഉണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് കാണാം. എടുത്തു മറ്റോല് ഓലൊക്കെ പെട്ടി സാരോ പട്ടിക്കോട്ടൊക്കെ താഴത്തേക്ക് പോയിക്കോളൂ. മൂസേ, ഇതൊക്കെ അന്നെ ഏൽപ്പിച്ച് പോകാൻ നേരിട്ട് ഈ ബേജാറാവണ്ട. ചെലവ് കഴിച്ച് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കാക്കാക്ക് അയച്ചെന്നാ മതി. ഇല്ലെങ്കിലും കാക്കാക്കൊരു പ്രശ്നമില്ല. പക്ഷേ
എടങ്ങാറായി വരുന്ന ആൾക്ക് നിലത്തെങ്കിലും ഒരു ഇടം കൊടുക്കണം. ഈ മരുഭൂമിയില് ഒരുപാട് ചിരിക്കണ മുഖങ്ങളുണ്ടെങ്കിലും അവരൊക്കെ ഉള്ളിന്റെ ഉള്ളില് കരയുന്നൊരു മനസ്സുണ്ട് ആലോചിക്കണം. നമുക്കളെ ഞാൻ പോട്ടെ. അസ്സലാമു അലൈക്കും. അല്ല അളിയ, റൂമിന്റെ അടുത്തൊന്നും അന്വേഷിച്ചില്ലേ? റൂമിന്റെ അടുത്തും ഓഫീസിലും എല്ലായിടത്തും അന്വേഷിച്ചു. ഇനി അന്വേഷിക്കാൻ ഒരിടവും ബാക്കിയില്ല. 3-4 മാസം മുമ്പ് റൂം പൂട്ടി പോണ കണ്ടോലുണ്ട്. പിന്നെ ആരടുത്തൊരു വിവരമില്ല. ആകെ അറിയുന്നത് ജോൺ സാറാ. അയാളാണെങ്കിൽ യൂറോപ്പിലാ. ചിലവര് പറയുന്നുണ്ട് വരുന്ന്, വേറെ ചിലവര് പറയുന്നുണ്ട് വരൂലെന്ന്. എങ്ങനെയെങ്കിലും ഒന്ന് വന്നു കിട്ടിയാൽ മതിയെന്ന്.